പ്രസന്റ് ഹെൽപ്പർ. പാസ്റ്റാണ് പ്രസന്റ് ഹെൽപ്പർ. 46-ാം സങ്കീർത്തനം 1-ാം വാക്യം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ഏറ്റവും അടുത്ത തുണ എന്നുള്ളത് ഇവിടെ എഴുതിയിരിക്കുന്നത് വെരി പ്രസന്റ് ഹെൽപ്പ്. വെരി പ്രസന്റ് ഹെൽപ്പ് ഇൻ ട്രബിൾ. നീ ഒരു പ്രശ്നത്തിലാകുമ്പോൾ, നീ ഒരു കഷ്ടത്തിലാകുമ്പോൾ നിന്നെ സഹായിക്കാൻ, ഇന്നലെകളിൽ നിന്നെ സഹായിക്കുക ദൈവം ഇന്ന് ഉറങ്ങുന്ന ദൈവമല്ല, മയങ്ങുന്ന ദൈവമല്ല, മാറി നിൽക്കുന്ന ദൈവമല്ല. ഏറ്റവും അടുത്ത തുണയായി ഈ ദൈവമുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. പക്ഷെ നമുക്ക് പലപ്പോഴും എന്തില്ല, ആ ഉറപ്പൊന്നുമില്ല. സത്യമാണ്. അതിൽ നമ്മൾ മോഹമൊക്കെ ഉണങ്ങിയിരിക്കുന്നത് വാടി. സ്തോത്രം. ഏതാ? കർത്താവ് ബേഥാന്യ പട്ടണത്തിൽ ചെന്നാൽ താമസിക്കുന്ന ഒരു വീടുണ്ട്. സ്തോത്രം. അവിടെ കയറി താമസിച്ച് അവരുടെ അതിഥി സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ടേ കർത്താവ് പോകത്തുള്ളൂ. മാർത്തയുടെയും മറിയയുടെയും ലാസറിൻ്റെയും വീടാണ്. ഒന്നാലോചിച്ച്, നമുക്ക് ചരിത്രം അറിയാമല്ലോ. സ്തോത്രം. ചരിത്രം അറിഞ്ഞിട്ടെന്നാ കാര്യം? അതൊന്നും നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായിട്ടെല്ലാം എഴുതി വെച്ചിരിക്കുക, പക്ഷെ നമ്മൾ പഠിക്കത്തില്ല. സ്തോത്രം. ഈ പെങ്കൊച്ചാണെങ്കിൽ സ്തോത്രം, പെങ്കൊച്ചെന്ന് പറയാൻ പറ്റത്തില്ല, പ്രായമുള്ളതിലും. ഓക്കെ. മറിയ, കർത്താവ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിടത്തില്ല. കർത്താവ് വന്നു കഴിഞ്ഞാൽ കർത്താവ് ഇരിക്കുക, ഇനി കർത്താവ് ഒന്ന് പറഞ്ഞ് ഞാൻ കേൾക്കട്ടെ. സ്തോത്രം. ചിലർക്ക് പാസ്റ്റർമാർ വന്നാൽ ഒന്നും വേണ്ട, പറയണ്ട. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? സംസാരിക്കും, വചനം പറയണം. സ്തോത്രം. കർത്താവ് എന്ത് ചെയ്യും? ഇതെല്ലാം പറഞ്ഞ് അവിടെ പിടിക്കുക. മാർത്ത അകത്ത് കിടന്ന് കുഴയുക. പ്രൈസ് ഗോഡ്. അപ്പോൾ 2 ടൈപ്പും ഉണ്ട് അതിനകത്ത്. സ്തോത്രം. വീട്ടിൽ ഇതുപോലത്തെ 2 ടൈപ്പുകളെല്ലാം ഉണ്ട്. അപ്പോൾ സ്തോത്രം, അവിടെ കർത്താവിനെ ആദരിച്ച, കർത്താവിനെ ബഹുമാനിച്ച, കർത്താവിന് 1-ാം സ്ഥാനം കൊടുത്ത, കർത്താവിൽ നിന്ന് പ്രാപിച്ച, കർത്താവിൽ നിന്ന് പഠിച്ച, കർത്താവിൻ്റെ ആ സാന്നിധ്യം എല്ലാം അനുഭവിച്ച ഒരു ഭവനം. ആ ഭവനത്തിലാണ് ഒരിക്കലും സംഭവിക്കാതിരുതാത്തൊരു സംഭവം ഉണ്ടായത്. ലാസർ മരിച്ചിട്ടും കർത്താവിന് ആൾ വിട്ടിട്ടും വന്നില്ല. 4-ാമത്തെ ദിവസം വന്ന്. അതിന് വരാത്തതിന് കാരണമൊക്കെ ഉണ്ട്, നമുക്കറിയാവുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് സ്തോത്രം പട്ടണവാതിക്കൽ വന്നു. സ്തോത്രം. മാർത്ത ഓടിച്ചെന്നു, മറിയ പോയില്ല. സ്തോത്രം. അപ്പോൾ കർത്താവുമായിട്ടുള്ള സംസാരത്തിൽ അവിടെ വിളിച്ചിട്ടുണ്ട്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നാലോചിക്കുക. സ്തോത്രം. ഇനിയിപ്പോൾ തീർന്നു എന്നർത്ഥം. കർത്താവ് ചെയ്ത അത്ഭുതങ്ങളൊക്കെ ഇവർക്കറിയാം. ഈ കർത്താവ് വിചാരിച്ചാൽ എന്തും ചെയ്യാൻ കഴിവുള്ളൂ. എന്നിട്ടും പറയുകയാണ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ സ്തോത്രം എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. എന്ത് വിശ്വാസം. സ്തോത്രം. നമ്മളതല്ലേ പറഞ്ഞത്? നമ്മൾ അതുപോലും പറയാറില്ല. ഒന്ന് പറയണം, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ സഹായിച്ച ഒരു ദൈവം, ആ ദൈവം ഇന്ന് എന്നോടുകൂടെയുണ്ട്. ആ ദൈവത്തിന് കഴിയാത്ത കാര്യമല്ല എൻ്റെ വിഷയം. എൻ്റെ ദൈവം അത് പരിഹരിച്ചു തരുമെന്ന് വിശ്വാസത്തോടെ ഒന്ന് പ്രഖ്യാപിക്കാൻ എത്ര പേരുണ്ട്? കരമുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം.